നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. നാളെ രാവിലെയോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന മോന്ത ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടയ്ക്ക് സമയവും തീവ്ര ചുഴലിക്കാറ്റായ മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 1 കപ്പ് ചായയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് 1 GB ഡാറ്റ ലഭിക്കുമെന്ന് ചായക്കാരൻ ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ യുവാക്കൾക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിച്ചതെന്നും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കി സംസ്ഥാനത്തെ പലരും പണം സമ്പാദിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. റാലിയിൽ പങ്കെടുത്തവരോട് അവരുടെ സ്മാർട്ട് ഫോണുകളുടെ ഫ്ലാഷ് ലൈറ്റുകൾ ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ട മോദി ഓരോ വ്യക്തിയുടെയും കയ്യിൽ വെളിച്ചമുള്ളപ്പോൾ ആർക്കെങ്കിലും RJDയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ റാന്തൽ വേണോ എന്ന് ചോദിച്ച് RJDയെ പരിഹസിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. ഇടുക്കി അടിമാലിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് രാത്രിയുണ്ടായ മണ്ണിടിച്ചിൽ. വീട് തകർന്ന് സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ദമ്പതിമാരെ രക്ഷിച്ചു. കൂമ്പാറയിലെ മണ്ണിടിച്ചിൽ കുടുങ്ങിയ ബിജുവിനെയും സന്ധ്യയുമാണ് രക്ഷാപ്രവർത്തകർ 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിൽ പുറത്തെത്തിച്ചത്. ആദ്യം പുറത്തെത്തിക്കാനായത് ഇവരെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇരുവരും കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അതീവ ഗുരുതര അവസ്ഥയിലുള്ള ബിജുവിനെ ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് മണ്ണിടിഞ്ഞ അപകടത്തിലുണ്ടായ സ്ഥലത്ത് കുറച്ച് ദിവസങ്ങളായി മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി പ്രദേശത്ത് താമസിച്ചിരുന്ന 22 കുടുംബങ്ങളെ അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ തുറന്ന ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ദേശീയപാതയ്ക്ക് സമീപം അപകടാവസ്ഥയിലുണ്ടായിരുന്ന വലിയ മൺകൂന താഴേക്ക് പതിച്ചതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത്. മണ്ണിടിച്ചിൽ ഭീഷണി തുടർന്ന് ബിജുവും സന്ധ്യയും തറവാട് വീട്ടിലേക്ക് മാറിയിട്ടും രേഖകൾ എടുക്കാൻ വേണ്ടിയാണ് വീട്ടുകളിലേക്ക് എത്തിയത്. ബിജുവിനെയും സന്ധ്യയും വീടിൻ്റെ ഹാളിൽ നിൽക്കുമ്പോഴാണ് മണ്ണിടിച്ചുണ്ടായതെന്നാണ് കരുതുന്നത്. 50 അടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു. PM ശ്രീയിൽ കടുപ്പ എതിർപ്പിനെ തുടർന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പദ്ധതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടെന്നും CPI ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. തങ്ങളുടെ നിലപാട് PM ശ്രീ കരാർ റദ്ദാക്കണമെന്ന് തന്നെയാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വിഷയം വിശദമായി ചർച്ച ചെയ്തുവെന്നും CPM ഇതിൽ പുനരാലോചന നടത്തണമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും D രാജ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ഇരു പാർട്ടിക്കും ഒരേ നിലപാടാണെങ്കിൽ എങ്ങനെ കരാർ ഒപ്പിട്ടുവെന്നും D രാജ ചോദിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PMC പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് തലസ്ഥാനത്ത് CPI യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധ മാർച്ച്. AISF, AYF എന്നീ സംഘടനകളാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസ് ജനപീരങ്കി പ്രയോഗിച്ചത്. ഇതോടെ സമരക്കാർ ബാരിക്കേഡ് തള്ളിമറക്കാൻ ശ്രമിച്ചു. പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. PMC പദ്ധതിയിൽ ഒപ്പിട്ടൽ തെറ്റില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് K. തോമസ്. കേന്ദ്ര സഹായം ഔദാര്യമല്ലെന്നും നമുക്ക് കിട്ടേണ്ട പണം കിട്ടണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ പണം കിട്ടാൻ വേണ്ടി ഒപ്പിട്ടൽ തെറ്റില്ലെന്നും തോമസ് K. തോമസ് പറഞ്ഞു. മുന്നിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ശരിയായ രീതിയല്ലെന്നും നിലപാട് LDFൽ അറിയിക്കുമെന്നും തോമസ് K. തോമസ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PMC പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ച് സംബന്ധിച്ച വിവാദങ്ങൾക്ക് മുന്നണി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPI ഉയർത്തിയ വിഷയങ്ങൾ ഒപ്പുവെച്ച ധാരണയിലെ വ്യവസ്ഥകളും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി യോഗം ചേരുന്ന തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. PMC പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണം നടപ്പാക്കാനുള്ള പരീക്ഷണശാലകളാക്കി കേരളത്തിലെ സ്കൂളുകളെ പിണറായി സർക്കാർ മാറ്റുമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയുടെ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് സംസ്ഥാന താൽപ്പര്യത്തെക്കാൾ മുൻഗണന നൽകിയതുകൊണ്ട് മാത്രമാണ് കേരളവും അതീവ രഹസ്യമായി PMCയുടെ ഭാഗമായെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് വിമർശനം കടുപ്പിച്ച് സമസ്ത മുസാവറ അംഗം ബഹാവുദ്ദീൻ നന്ദി 1.98 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന ജനാധിപത്യ സർക്കാർ കേവലം 1500 കോടിക്ക് വേണ്ടി കേരള ജനതയെ ഒറ്റുകൊടുത്തത് പരിഹാസ്യരാകുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. PMCയിൽ ഒപ്പുവെച്ചതോടെ കേരളം ശരിയായ നിലപാട് സ്വീകരിച്ചുവെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട നല്ല കാര്യമാണ് കഴിഞ്ഞ 4 വർഷം ഇടതുപക്ഷം തടസ്സപ്പെടുത്തിയെന്നും പദ്ധതി നടപ്പാക്കാൻ വൈകിപ്പിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ISR നടപ്പാക്കുമെന്നും ഇനി ഇവിടെ പൗരത്വ രജിസ്റ്ററും CAയും നടപ്പാക്കുമെന്നും സവർക്കറേയും ഹെഡ് ഗവർണറേയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുമെന്നും സുരേന്ദ്രൻ വെല്ലുവിളിച്ചു.
കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവറെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണം മാത്രമാണെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവന നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ ഗ്ലോബൽ സ്കിൽ ഹബ്ബാക്കി വികസിപ്പിക്കുമെന്നും ഇതിനായി സംസ്ഥാനത്തെ വ്യവസായ പരിശീലന കേന്ദ്രങ്ങളാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പൊരിയുടെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു. ചെന്നൈയിലെ ശ്രീറാംപുരയിലെ വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കലുങ്ക് സഭയ്ക്ക് പകരം പഴയ സംവാദ പരിപാടിയായ SG കോഫി ടൈംസ് വീണ്ടും ആരംഭിക്കാൻ സുരേഷ് ഗോപി. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിരുന്ന പരിപാടിയായിരുന്നു ഇത്. സംസ്ഥാന സ്കൂൾ അത്ലറ്റ് മീറ്റിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചു കോഴിക്കോട് സെന്റ് ജോസഫ് HSS പുല്ലാരാംകറയിലെ കായിക താരം ദേവനന്ദ V. ബിജുവിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയാണ് താരത്തെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിയത്. ലത്തീൻ സഭയുടെ കൊച്ചിൻ രൂപതയ്ക്ക് പുതിയ ബിഷപ്പ് മോൺസിഞ്ഞോർ ആന്റണി കാട്ടിപ്പറമ്പിലെയാണ് ബിഷപ്പായി വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. പാലക്കാട് റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ MLA-ക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് BJP ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നാണ് BJPയുടെ നിലപാട്. ഇതിനു മുന്നേ KSRTC ബസിൻ്റെ ഉദ്ഘാടനത്തിനും മറ്റൊരു റോഡ് ഉദ്ഘാടനത്തിനും MLA പങ്കെടുത്തിരുന്നു. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ കവർന്ന യുവാവിനെ രാജസ്ഥാനിൽ നിന്നും വയനാട് സൈബർ ക്രൈം പോലീസ് പിടികൂടി. ഭിന്നശേഷിക്കാരിയായ പീഡിപ്പിച്ച പ്രതിക്ക് 20 വർഷം കഠിന തടവ്. കോട്ടയം മീനച്ചിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച അയൽവാസിക്ക് കോടതി 20 വർഷം കഠിന തടവ് വിധിച്ചു. അങ്കണവാടികളിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പോഷക ബാല്യം പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വനിതാ ശിശു വികസന ഡയറക്ടർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അങ്കണവാടികൾ പാലിക്കുന്നതായി ഡയറക്ടർ ഉറപ്പുവരുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സഹപ്രവർത്തകരുടെ പരാതിയിൽ അച്ചടക്ക നടപടി നേരിട്ട NV വൈശാഖന് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗമായാണ് തെരഞ്ഞെടുത്തത്. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു NV വൈശാഖൻ. വൈശാഖൻ കുറ്റം ചെയ്തിരുന്നു. പിന്നീട് പാർട്ടി കണ്ടെത്തി. തുടർന്നാണ് വൈശാഖനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പാലാ സന്ദർശനത്തിനിടെ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയ റോഡിലൂടെ അതിക്രമിച്ച് കയറിയ യുവാൾക്കെതിരെ പോലീസ് നടപടി. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നിയമലംഘനവും അതിന്റെ പ്രത്യാഘാതങ്ങളും വ്യക്തമാക്കുന്ന ഒരു ട്രോൾ രൂപയാണ് പോലീസ് വിവരം പങ്കുവച്ചിരിക്കുന്നത്. വൈത്തിരി ലക്കിടിയിൽ വാഹന പരിശോധനയ്ക്ക് 3.06 ഗ്രാം മെത്തഫെറ്റമിനുമായി യുവതിയെയും യുവാവിനെയും അറസ്റ്റ് ചെയ്തു. സർക്കാർ മേഖലയിലെ 4ാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഇടുക്കി ജില്ലയിൽ ആരംഭിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് 75 ലക്ഷം രൂപയുമായി തൃശൂർ മണ്ണൂത്തിയിൽ ബസ്സിൽ നിറങ്ങിയ അറ്റ്ലസ് ബസ് ഉടമ ഇടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പക്കൽ നിന്ന് ഒരു സംഘം പണം തട്ടിയെടുത്തതായി പരാതി. ആന്ധ്ര തെക്കൻ ഒഡീഷ തിരഞ്ഞ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. നാളെ രാവിലെയോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന മോന്ത ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപ്പട്ടണത്തിനും കലിംഗമണ്ഡലത്തിനും ഇടയിൽ കാക്കനാട് സമയം തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ജാർഖണ്ഡിലെ 7 വയസ്സുകാരനെ തലാസീമിയ രോഗിക്ക് HIV പോസിറ്റീവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിവാദം. രോഗിയുടെ രക്തം നൽകിയെന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണത്തിൽ അന്വേഷണ അധികൃതർ ഉത്തരവിട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.